ജോലിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രൊഫഷൻ കാണും, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ നമ്മുടെ പ്രൊഫഷൻ നന്നായിട്ട് വരാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ഈ സോളാർ പ്ലക്സസ് എന്ന് പറയുന്ന ഈ ചക്രയാണ്. ഈ ചക്രയുടെ പ്രത്യേകത ഇതാണ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ സ്ഥാനമാണ്, വിൽ പവറിൻ്റെ സെൽഫ് കോൺഫിഡൻസിൻ്റെ സ്ഥാനമാണ്. നമ്മൾ ഉറച്ച നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, പിന്നെ ചെയ്യാനുള്ള മനസ്സ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരാൾ സക്സസ്ഫുൾ വർക്കറായില്ലേ, ഏത് ജോലിയായിരുന്നാലും. പലപ്പോഴും പല ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ജോലി ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം, മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എടുക്കുകയാണ്. പക്ഷെ അവരുടെ ജോലി ചെയ്യുന്നതിൽ അവർ പിന്നോക്കം പോകുക. അത് ഈ ചക്രയുടെ തകരാറായിട്ടാണ് കണ്ടുവരുന്നത്. ഞാനിങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കുമ്പോഴത്തേ മനസ്സിലാവും അവരുടെ ഈ ചക്ര വീക്കാണെന്നുള്ളത്. ഇത് മാറ്റിയാൽ മതി, ഒരു ചെറിയൊരു ചേഞ്ച് ആ വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുടെ കരിയർ മാറും. അതുപോലെ ഇപ്പം സാറ് പറഞ്ഞ പോലെ 7 ചക്രങ്ങളുണ്ടല്ലോ. ചിലർക്ക് ചില ചക്രങ്ങൾ നല്ല ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലത് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പം ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള ചക്രങ്ങളാണ് കൂടുതൽ സമയം നമ്മൾ കൂടുതൽ എനർജൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമോ? അതങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വീക്കായിട്ടുള്ള ചക്രയിൽ കൂടുതൽ സമയം കൊടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഫിസിക്കൽ കംപ്ലയിൻസ് കൂടെയൊക്കെ കാണാം. അപ്പോൾ അവിടെയൊക്കെ ഒരു ഈ 3 മിനിറ്റ് എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 10 to 15 മിനിറ്റ്സ് ആക്കാം. അപ്പോൾ ഏതാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അല്ലേ? എവിടെയാണ് പ്രശ്നം, അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണം. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരുടെ ഇൻറ്റ്യൂഷൻ തന്നെ വർക്ക് ചെയ്യുക. കാരണം ആജ്ഞാചക്ര തന്നെ ഇതെല്ലാം കാണിച്ചു തരും, പറഞ്ഞു തരും. അതിനേക്ക് ഉപയോഗിക്കുക. അത് തന്നെ നിങ്ങളറിയുക. നമ്മുടെ ഇവിടുത്തെ ഭാരതീയ സങ്കല്പം തന്നെ അതല്ലേ, നീ നിന്നെ അറിയുക. സെൽഫ് റിയലൈസേഷനൊക്കെ അല്ലേ ഇവിടെ വലിയ പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടുള്ളത്. അതപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സഹസ്രാരം ദൈവദിനം കൂടാൻ വേണ്ടി ചെയ്യുക അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തീർച്ചയായിട്ടും വരും. ഈ ഇൻറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ ഈ ആയുർവേദം ഇതെല്ലാം ഉണ്ടായത്. അന്ന് വല്ല എന്തെങ്കിലും ലാബോ ഗിനിപ്പിക്കോ ടെസ്റ്റ് ട്യൂബോ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നും അത് ഫുൾ പ്രൂഫ് അല്ലേ? അപ്പം അവിടെ അതിന് സഹായിച്ചത് ഈ ചക്രയാണ്, ആജ്ഞാചക്രയാണ്. ചെറിയ സാധനമല്ല അവിടെ ഇരിക്കുന്നത്. എപ്പോഴും ഈ റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പം ശ്രീബുദ്ധനെ ഓർത്തു പോകുന്നു, ഉസൂയിയെ ഓർത്തു പോകുന്നു, ടക്കാട്ട നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയൊക്കെ ഓർത്തു പോവുകയാണ്. അപ്പം എന്നും അവരോടുള്ള നന്ദി നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ അവർ ആ ഗുരുക്കന്മാരെ സ്വന്തം ഗുരുവിനെ ഓർക്കുക, ഡോക്ടർ മിക്കാവൂസിയെ ഓർക്കുക, ടക്കാട്ട, ചിജിറോ ഹയാഷി, ഇവരെയൊക്കെ നമ്മൾ ഓർക്കുക, സ്മരിക്കുക. അത് മാത്രമല്ല മറ്റു ലോകത്ത് ഇതുവരെയായിട്ട് ജീവിച്ചിരുന്നവരും ഇപ്പം ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരെയും നമ്മൾ ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ്. സ്മരിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റേക്കി പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ശരിക്കും അതിന്റെ എഫക്റ്റ് നമുക്ക് ഈ ഒരു സ്മരണ ഒരു ആവശ്യമാണ്. എപ്പോഴും ആ ഒരു ഈശ്വരനോടുള്ള അതല്ല നമ്മുടെ ഭാരതത്തിലെ ഗുരുത്വം എന്ന് പറയുന്ന വാക്ക്, ചെറിയ വാക്കാണെങ്കിൽ അതിന് വലിയ എഫക്റ്റാണ്. അതെ അതെ. പലപ്പോഴും അതൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു യാന്ത്രികമായി ചെയ്തു പോകുന്ന ചിലരും ഉണ്ടാവും. അതെ അതെ, അവിടെയൊക്കെയാണ്. വെറുതെ പുസ്തകം വായിച്ചിട്ടൊന്നും ചെയ്ത് പഠിക്കരുത്. ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിക്കണം. ഇത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട വിദ്യയാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട, ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ആ ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കിട്ടാതെ പോകും. ആ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. റേക്കി പഠിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ദീക്ഷ എന്ന് പറയുന്നത് മരണം വരെ നിലനിൽക്കുന്ന കാര്യമാണ്. സ്വീകരിച്ച ആള് മരിക്കുന്നത് വരെ ഇതവിടെ ഉണ്ട്. സെക്കൻഡ് ലെവൽ പഠിച്ചില്ലെങ്കിലും തേർഡ് ലെവൽ പഠിച്ചില്ലേ അതുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ സെക്കൻഡ് ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ വീണ്ടും കിട്ടും. അടുത്ത ദീക്ഷ തരും. ഒരാൾ തന്നെ തരണമെന്നില്ല, വേറെ ആൾക്ക് തരാൻ പറ്റും. പിന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ അതിനൊരു പ്രോപ്പർ സിസ്റ്റത്തിലൂടെ പോകുക എന്നുള്ളതാണ്. അതെ, ഇതിനൊരു ചട്ടക്കൂടുണ്ട്. അതിനകത്തൂടെ അതൊക്കെ നമുക്ക് അതിനകത്തൂടെ തന്നെ അതിനെ കൊണ്ടുപോകണം. നമ്മുടേതായ രീതിയിൽ വിംസിക്കലായിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കരുത്. അല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ സാറ് പറഞ്ഞ പോലെ ജോസോ മേരിയോ അപ്പുറത്തോ ഉള്ളവരുടെ ഒന്നും കാറോ അല്ല വീടോ ഒന്നും അല്ല നമ്മുടെ ആഗ്രഹം. നമ്മളെപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, സമ്പാദ്യമായാലും ജോലിയായാലും എന്ത് കാര്യങ്ങളായാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഈ കണ്ടോഷം ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ റേക്കി എന്ന് പറയുന്ന ഹീലിംഗ് അത് വലിയൊരു ഫാക്ടറാണ്. നമ്മളെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു ഹീലിംഗ് ആണ് അല്ലേ? അതെ, റേക്കി പഠിച്ചിട്ട് അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പരിധി വരെ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. കാര്യം അവർ ഗുരുമുഖത്തു നിന്നാണ് പഠിച്ചത്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, ഒരു പിരമിഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അത് അവർക്ക് എവിടെ പോകുമ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോഴോ
അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ കയറുമ്പോഴോ ട്രെയിനിൽ പോകുമ്പോഴോ എവിടെ വേണമെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ആൾക്കാർ കൂടുന്നിടത്ത് പോകുമ്പോഴോ ഒക്കെ ക്ഷേത്രങ്ങളിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ഒക്കെ അവർക്കത് ഉപയോഗിക്കാവുന്നതാണ് ആ പ്രൊട്ടക്ഷൻ. ഈ ക്രൗഡിൽ നിന്ന് പലപ്പോഴും നമ്മളിലേക്ക് ഈ നെഗറ്റീവ് എനർജി വരാം. പലരുടെയും തോട്ട്സ് നമ്മളെ അട്രാക്ട് ചെയ്തു. സൈക്കിക് അറ്റാക്സ് എന്നാണ് ഞങ്ങളതിന് പറയുന്നത്. ഈ സൈക്കിക് അറ്റാക്സിനൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും ഈ പ്രൊട്ടക്ഷന്. അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന സെൽഫ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞാണ് മറ്റു ഹീലിങ്സിലേക്കൊക്കെ പോകുക. അതെ ആദ്യം ഈ സെൽഫ് പ്രൊട്ടക്ഷനോട് കൂടി നമ്മളിത് സെൽഫ് ഹീലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ പിന്നെ വേറെ ആളെ ഹീൽ ചെയ്തൊക്കെ പിന്നെ അടുത്ത കാര്യമാണ്. പിന്നെ വേറെ ആളെ ഹീൽ ചെയ്താലും നമ്മളെ ബാധിക്കാത്ത വിധം അത് കൊണ്ടുപോകാൻ അതിനുള്ള രീതിയിലാണ്. നമ്മളെ ഒരു അസുഖം നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ഥിരമായിട്ട് നമ്മളിലൂടെ ഈ റേക്കി ഫോഴ്സ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് നമ്മളിലൂടെ അത് പ്രവഹിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 25 വർഷമായിട്ട് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. 2000-ലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുതിയത് ഇപ്പം ഈ വർഷം ഈ പഠിച്ചിട്ടിങ്ങനെ നിൽക്കുന്നവർക്ക് ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്നെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ ഞാൻ അടുത്ത ലെവലിലേക്കുള്ള ദീക്ഷയും കൊടുക്കാം, അടുത്ത ലെവലിൽ അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാം. പിന്നെ അഥവാ അത് വേറെ പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ലെവൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ആ ഫസ്റ്റ് ലെവൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അവരെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കാം. ശിഷ്യന്മാർക്ക് മാത്രമാണ് എവിടെ നിന്ന് പഠിച്ചവരായിരുന്നു, ആരുടെ അടുക്കൽ നിന്ന് പഠിച്ചായാലും എൻ്റെ അടുക്കലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായോ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ദീക്ഷയൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അവർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. സാർ കുറേ നാളായിട്ട് ഈ പാസ്റ്റർ കൃഷ്ണൻ ചെയ്തു പോരുന്നൊരു വ്യക്തിയാണല്ലോ, ഇപ്പോഴും ചെയ്തു പോരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പാസ്റ്റർ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിലാണ് ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച് പോരുന്നിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഉള്ള അനുഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അത് ഈ എല്ലാവരും വന്നിട്ട് പലർക്കും ഒരു ധാരണയുണ്ട് അവരിന്ന് അനുഭവിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ പാസ്റ്റ് ലൈഫാണ്. അത് സത്യമാണ്. കാരണം നമ്മളെന്ന് പറഞ്ഞൊരു കണ്ടിന്യൂറ്റിയാണ്. ഇപ്പം ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിൻ്റെ ആ ബന്ധം മാത്രമേ ഉള്ളൂ എൻ്റെ ശരീരത്തോട് എനിക്ക്. നാളെ വേറെ ഷർട്ട് ഇടുന്നത് പോലെ തന്നെ വ്യത്യസ്തമാണ്. നാളെ ഞാൻ ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ജീവിയായിരിക്കും. അപ്പം അതിങ്ങനെ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനകത്ത് ഞാനിന്ന് അനുഭവിക്കുന്ന പ്ലസിൻ്റെയും മൈനസിൻ്റെയും പിറകിൽ എൻ്റെ പാസ്റ്റ് ലൈഫ് ആക്ടിവിറ്റീസാണ്, എൻ്റെ കർമ്മയാണ്. ഈ കർമ്മ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. കർമ്മ അപ്പോൾ പറയും കർമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അനുഭവിച്ചല്ലേ ഇത്. അങ്ങനെയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസുഖം മരുന്ന് കഴിക്കുന്നില്ലേ? ആ അസുഖം നിങ്ങളുടെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടല്ലേ വന്നത്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറുന്നില്ലേ? അതേപോലെ നമ്മളങ്ങനെ കർമ്മ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളുടെയും ഫലമായിരിക്കാം നമ്മൾ ഈ അനുഭവത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിന് അങ്ങനെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുമോ നമ്മൾ മാക്സിമം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതിന് നമ്മൾ റേക്കിമായുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഉപയോഗിക്കുക. കുറച്ച് കൂടുതൽ ഈസിയാണ് അത്തരം രംഗങ്ങളിൽ ഇടപെടാനായിട്ട്. ഈ ഇപ്പം ഹോളിസ്റ്റിക് ഹീലിംഗ് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ഇപ്പോൾ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പം അറിയാവുന്നവരും ചെയ്യുന്നവരും ഒക്കെ ഇതിന് മുമ്പ് ഉള്ള ജന്മങ്ങളിലൊക്കെ പഠിച്ചവരായിരിക്കുമോ കൂടുതലും വരിക? സാധാരണ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ? അങ്ങനത്തെ എനർജി ഹീലിംഗ്സ് പഠിച്ചവരായിരിക്കും. കോടിയിലേറെ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. ഇതിലൊരു വളരെ ഒരു നെഗ്ലിജിബിൾ പെർസെൻറ്റേജാണ് റേക്കി പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു മുൻജന്മത്തിലെ താല്പര്യം അതിനകത്ത് ഉണ്ടാകണം. അപ്പോൾ അതിന് സാധാരണ ആചാര്യന്മാരൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മളിപ്പോൾ ഈ ഫ്ലാറ്റിൽ നമ്മളൊരു താറാവിനെ വളർത്തുകയാണ്. താറാവിൻ്റെ കുഞ്ഞിനെ നമ്മളിവിടെ വിരിച്ചെടുക്കുകയാണ്. അവനോട് നീന്താനൊന്നും സൗകര്യമൊന്നുമില്ല. പക്ഷേ ബാത്റൂമിലെ ബേസിനിൽ തരം കിട്ടൊക്കെ നീന്തൂല്ലേ? അതിനെ പഠിപ്പിച്ചോ? ഇല്ലല്ല. അതിന് അവസരം കിട്ടുമ്പോൾ കാരണം അതങ്ങനെ ബിൽറ്റിനാണ്. ആ മുട്ട വിരിയുമ്പോഴേ അതിൽ ആ ക്വാളിറ്റി ഉണ്ട്, നീന്താനുള്ള സ്വഭാവം എല്ലാം ഉണ്ട്. അത് നീന്തിയിരിക്കും. അത് തന്നെയാണ് നടക്കുന്നത്. നമുക്കിങ്ങനെ ഇതവിടെ കിടപ്പുണ്ട്. എവിടെയെങ്കിലും റൈക്കിയുടെ ബോർഡ് കണ്ട് അല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മളിങ്ങനെ കാണുന്നു, നമ്മളവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, നമ്മൾ പോയി. എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിയോഗമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. റേക്കിയിലേക്ക് വരണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻജന്മമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണെന്ന് കരുതുക. അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാകുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. അതെ അതെ. അതുപോലെ ഇപ്പം പ്രാണിക്ക് പലതിലൊക്കെ തിരിയുന്നവരൊക്കെ ഉണ്ടാവും. പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്പം എന്നോടും ചോദിച്ചിട്ടുണ്ട്, മാം ഇതിൽ ഏത് പഠിക്കണം, അതിലോട്ട് പോകണോ ഇതിലോട്ട് പോകണോ എന്താണ്? പക്ഷേ ഞാൻ പേഴ്സണലി പഠിച്ചിരിക്കുന്നത് റേക്കിയാണ്.
അപ്പം എനിക്ക് അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടവും പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ സ്വല്പം പ്രാണി ഹീലിങ്ങും ഈ മറ്റു ചിലതും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള റേക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ റേക്കി മാസ്റ്റർ ആയത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. വേറെ ഒന്നും ഇപ്പോൾ ആക്സസ് ബാർ മോശമാണെന്നോ പ്രാണി ഹീലിംഗ് മോശമാണെന്നോ പറയാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതേപോലെ തന്നെ അത് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോ വ്യക്തിയിലുമുള്ള വ്യത്യാസങ്ങൾ അത് നേരത്തെ പറഞ്ഞില്ലേ, മുൻജന്മങ്ങളുമായിട്ട് കണക്റ്റഡാണ്. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ കംഫർട്ടബിളായിട്ട് തോന്നാത്തതുകൊണ്ട് എനിക്ക് ഐക്യമായിട്ടായിരിക്കാം എൻ്റെ പാസ്റ്റ് ലൈഫ് ഏതോ ജന്മത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. റേക്കി ഞാൻ വളരെ കംഫർട്ടബിളാണ്. ഞാനതൊന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ട് എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് സാറാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹീലിങ്സും സിസ്റ്റംസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും റേക്കിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സാറിൻ്റെ ജീവിതത്തിൽ അത്രത്തോളം മാറ്റം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റുള്ളവരോട് പറയാം. അതാണ് അത് പറയാൻ മടിക്കരുത്. ഒരിക്കലും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഇല്ല, എനിക്കുണ്ടായിട്ടില്ല. കഴിഞ്ഞ 25 വർഷമായിട്ടില്ല. ലോകമെമ്പാടും എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അത് മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും ജ്യോതിഷം വലിയ വിശ്വാസമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ എന്നുള്ള രീതിയിലാണ് അത് പോകാറുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജ്യോതിഷം ഫോളോ ചെയ്യുന്നവർ തന്നെ നമ്മുടെ റേക്കി ഹീലിംഗ് ഒക്കെ പഠിച്ച് പോരുന്നവരുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ജ്യോതിഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിഷത്തിന് നമുക്ക് 2 സംഗതികളുണ്ട്. ചക്രയുമുണ്ട്, ഓറയുമുണ്ട്. ഓറ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് നമ്മൾ റേക്കിൽ ചെയ്യുന്നത്. ഓറയുടെ ക്ലെൻസിങ്ങും പിന്നെ ചക്രകളുടെ ശക്തിപ്പെടുത്തലും ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് ഈ ഓറ എന്ന് പറയുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നിൽക്കുന്നത്, അത് നമ്മൾ പല അധ്യായങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ബോഡിക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ ഓറ വീക്കാകുന്നതിനനുസരിച്ചാണ് ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല ഗ്രഹങ്ങളുടെയും എന്തൊക്കെയോ ചില ദോഷമായ ഫലങ്ങൾ എന്തൊക്കെ അവർ പറയുന്നത് സംഭവിക്കുന്നത്. കാരണം അവർ പറയുന്ന ഇതിനൊക്കെ പ്രതിവിധികൾ പറയുന്നുണ്ട് ജ്യോത്സ്യന്മാർ. അതിൽ പറയുന്ന ഒന്ന് ചിലപ്പോൾ ക്ഷേത്ര ദർശനമായിരിക്കാം, അല്ലെങ്കിൽ ഭജനം ഇരിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കല്ലുകൾ ധരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏലസ് കെട്ടുന്നതായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഓരോരോ ജ്യോതിഷന്മാർക്ക് ഓരോരുടേതായ രീതിയിലുള്ള പ്രതിവിധികളുണ്ട്. ഈ പ്രതിവിധികളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓറയിലല്ലേ. ഓറ സ്ട്രെങ്തൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് റേക്കി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഈ ഓറയും ചക്രകളെയും സ്ട്രെങ്തൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിൽ ഈ പറയുന്ന ദോഷങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാകില്ലേ. അവിടെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ ജ്യോതിഷം പഠിച്ചിട്ടുള്ളത് കൊണ്ട് റേക്കി വേണ്ടാന്നോ, റേക്കി പഠിച്ചിട്ടുള്ളത് കൊണ്ട് ജ്യോതിഷം വേണ്ടാന്നല്ലോ. ഇത് പരസ്പരം ബന്ധമുള്ളതാണ്. അതായത് പ്രൊട്ടക്ഷൻ, നമ്മൾ റേക്കി വഴി പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കാതെ, നമ്മൾ ഓറയെ ഓപ്പൺ ആക്കി കൊടുക്കാതെ, വീക്കാക്കാതെ അതിനെ മാക്സിമം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലേ? അതുപോലെ ഈ ഓറ എന്ന് സംസാരിച്ചപ്പോഴാണ് ഓരോ വ്യക്തികളും ഇപ്പം സാർ പറഞ്ഞ പോലെ റേക്കി സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഓറ വളരെ ശക്തമായിരിക്കും. അത് ചിലപ്പോൾ എത്ര മീറ്റർ വരെ, 2, 3, 4, 5 മീറ്റർ ഇങ്ങനെയൊക്കെ പോയേക്കാം. പല വലിപ്പത്തിലേക്ക് പോവുക, വളരെ കിലോമീറ്റേഴ്സ് ഡിപ്പെൻസ്. അതിൻ്റെ ആത്മീയമായ ഉണർവിനെയൊക്കെ ആശ്രയിച്ചൊക്കെ ഇരിക്കും. വലിയ ആചാര്യന്മാർക്കൊക്കെ വളരെ ഇപ്പം ഇവിടെ ഈ പറയുന്നത് നമ്മൾ പലപ്പോഴും പരിഹസിക്കാറുള്ളതാണ് മനുഷ്യ ദൈവങ്ങൾ. ആരും ആയിക്കോട്ടെ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഈ മനുഷ്യദൈവം, ഞാൻ ഒരു മനുഷ്യദൈവത്തിൻ്റെയും വക്താവൊന്നുമല്ല, എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് അവരെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അവരുടെ ആ ഭക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം അവരുടെ എല്ലാ സ്ഥാനമാനങ്ങളും മറന്നുകൊണ്ട് പാത്രം കഴുകുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, മുറ്റമടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ജോലികൾ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഡിവോഷണൽ വർക്കായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എത്ര അകലെ, ഇപ്പം വിദേശത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള മനുഷ്യ ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ ഇന്ത്യയിലുള്ളപ്പോൾ ഈ വരുന്ന വിദേശികൾ അവരുടെ നാട്ടിലായിരിക്കുമ്പോൾ പോലും അവർക്ക് ഇവരുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പല ആശ്രമങ്ങളിലെയും ഡിവോട്ടീസിനടുത്ത്, വിദേശികളായ ഡിവോട്ടീസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ്, ഇപ്പോൾ ഞാൻ യൂറോപ്പിലോ
ആഫ്രിക്കയിലോ അമേരിക്കയിലോ എവിടെ ആയിരിക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് ആ ഫീൽ ചെയ്യുന്നതിൻ്റെ സയൻസ് എന്താ? ഈ ആളിൻ്റെ ഓറ അത്രയും വികസിതമാണ് ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ തോന്നുന്നില്ലല്ലോ, വേറെ ആളെക്കുറിച്ച് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ആ ആളെക്കുറിച്ച്, അത് എ ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ, ഇവരുടെ ആരുടെ ആയിരുന്നാലും ആ ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ അനുഭവമാണ്. അതിനവർ അംഗീകരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അവർ അവിടെ ഇരുന്നുകൊണ്ട് വിളിക്കുന്ന സമയത്ത്, അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മനുഷ്യ ദൈവത്തിൻ്റെ പ്രസൻസ് അവർക്ക് അവിടെ കിട്ടുന്നു. അത് മുൻ ജന്മങ്ങളിൽ നിന്ന് അവർ, ഞാനത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം മുൻ ജന്മങ്ങളുമായിട്ട് ബേസ്ഡാണ്. പല ജന്മങ്ങളിലൂടെ ആർജിച്ച് വന്നിരിക്കുന്ന ചില സ്പിരിച്വൽ എനർജികളാണ് ഇന്നത്തെ ഈ മനുഷ്യ ദൈവങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ അവരെ നമ്മൾ അങ്ങനെ പരിഹസിക്കുകയോ കളിയാക്കുകയോ, അവർ സാധാരണക്കാരല്ല അവർ. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു വ്യക്തി ഇങ്ങനെ ഈ ലെവലിലെത്തി എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയ മുൻജന്മങ്ങളാണ് അതിന് കാരണം. ഒരു ജന്മമൊന്നും ആയിരിക്കില്ല, അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ്. നേരത്തെ നമ്മൾ താറാവിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് അതിൻ്റെ ആ നൈസർഗികമായ അവസ്ഥ വരുമ്പോഴത്തേക്ക് അത് കാണിച്ചിരിക്കുക. അതിനെ മാറ്റാനൊക്കില്ല. താറാവിന് താറാവാനേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഡിവൈൻ പവർ ഉള്ളവർക്ക് അവർക്ക് ആ ലെവലിൽ ജീവിക്കാനേ പറ്റൂ. അവരെ നാളെ വിളിച്ച് അവരെ ഒരു സാധാരണ കുടുംബ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ MD ആയിട്ടോ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ വിജയിച്ചു കൊള്ളണമെന്നില്ല. അതെ അതെ, അതാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് കുറ്റം പറയുന്നതിന് മുമ്പും പരിഹസിക്കുന്നതിന് മുൻപേയും ഇത് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. നമ്മളൊരിക്കൽ ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരെന്ന് കരുതുന്നതിന് തുല്യമല്ലേ? അതെ അതെ അതെ. അപ്പോൾ റെയ്ക്കി ഹീലിംഗ്, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഹീലിംഗ് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഓറ ശക്തിപ്പെടുത്താൻ പറ്റും. ആ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാ നെഗറ്റീവ് എനർജീസിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കിക് അറ്റാക്സ്, അല്ലെങ്കിൽ ആത്മാക്കളുടെ പ്രസൻസ്, അല്ലെങ്കിൽ സന്നിവേശിക്കുക, അല്ലെങ്കിൽ അന്നൊരു വീഡിയോയിൽ നമ്മൾ പറയുന്ന ഓജ ബോർഡ് കളിക്കുന്നവർ ചിലപ്പോൾ 5-6 പേരുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ആ അറ്റാക്ക് ഉണ്ടാകുക, അല്ലെ ഒരാളിലേക്ക്. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഓറ പ്രൊട്ടക്ട് ചെയ്തിരുന്നാൽ ഒരിക്കലും അങ്ങനത്തെ ഒരു അറ്റാക്കോ പ്രശ്നമോ ഉണ്ടാവാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ. അതെല്ലാം പോയി പരീക്ഷിക്കണം എന്നല്ല പറയുന്നത്. അല്ലല്ല, അങ്ങനെ ഉള്ളവർക്കും അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ പല വീടുകളും, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം നമുക്കറിയാവുന്ന അതുകൊണ്ടായിരിക്കാം, ഒരുപാട് വീടുകൾ വാസ്തു പ്രശ്നങ്ങൾ ഒത്തിരി കാണാറുണ്ട്. എന്നുവെച്ചാൽ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു വീടും കാണാറില്ല. ഒരു 95% വരെ 90% വരെയൊക്കെ വാസ്തു മാക്സിമം കണ്ടിട്ടുള്ളൂ. അപ്പം 50% താഴെ വാസ്തു യോഗ്യമായ വീടുകൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റെയ്ക്കി ഹീലിംഗ് ഉപയോഗിച്ച് വാസ്തു പ്രശ്നം പരിഹരിച്ച് ആ വീട്ടിൽ വാസയോഗ്യമാക്കാൻ പറ്റുമോ? തീർച്ചയായും ഒരു പരിധിവരെ അവിടെയുള്ള ആ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ റെയ്ക്കി ഉപയോഗിച്ച് അവർക്ക് നിയന്ത്രിക്കാനാകും. കാര്യം അതിൻ്റെ കാരണം ഈ വാസ്തുവും ഈ ഗ്രഹങ്ങളും ഇതെല്ലാമായിട്ട് കണക്റ്റഡാണ്. അതിൻ്റെ ഇടയിലല്ലേ ഈ ഓറ വരുന്നത്. അപ്പോൾ ഓറ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ ഇൻഫ്ലുവൻസിനെ തടയാൻ സാധിക്കില്ല. ഇതെല്ലാം സൂക്ഷ്മതലത്തിലാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ നിലവിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും പോരാ. ഇപ്പോൾ ഓറയുടെ ഇതെടുക്കാനായിട്ട് കില്ലൻ ക്യാമറ ആയിട്ടുണ്ട്. ഇനിയും വരും. ഒരു 200-300 വർഷമോ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ആയിരിക്കില്ല. ഏത് ഗ്രഹത്തിൻ്റെ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ള കൃത്യമായിട്ടൊക്കെ അളക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിനുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവും. അന്നൊക്കെ വലിയ കോർപ്പറേറ്റുകൾ അത്തരം സംഗതികളുടെ പുറകെയായിരിക്കും പോകുന്നത്. എപ്പോഴും കേൾക്കുന്നതാണ് കന്നിമൂല ഭാഗം, അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്, ദോഷമാണ്, അല്ലെങ്കിൽ ഇന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച ദോഷമാണ്, അതല്ലെങ്കിൽ ഈ ദർശനം ശരിയല്ല, അല്ലെങ്കിൽ വീടിൻ്റെ കോൺ അല്ലെങ്കിൽ ചുറ്റളവ് ശരിയല്ല, ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്വന്തം ഭവനമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ തന്നെ വസിച്ച് ഈ പറഞ്ഞ റെയ്ക്കി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ശതമാനം വരെയും നമുക്ക് ആ പ്രയാസങ്ങൾ, ദോഷങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് അല്ലേ? അപ്പം സെൽഫ് പ്രൊട്ടക്ഷൻ നമുക്ക് സാധ്യമാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഭവനം സംരക്ഷിക്കാൻ സാധിക്കും, നമ്മുടെ കുടുംബം സംരക്ഷിക്കാൻ സാധിക്കും, ബന്ധങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ആൾക്കാർ മറ്റുള്ളവരെ കൊല്ലുന്നത്? പുതിയ തിയറികൾ. വീട്ടിൽ കടമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ അച്ഛനെയും അടിച്ചു കൊല്ലുക, അതിൽ വെട്ടിക്കൊല്ലുക. അതുവരെ ആ ലെവലിൽ വരെ എത്തിയിരിക്കുന്നു. ദേഷ്യമൊന്നുമില്ല, വരൊക്കെയൊന്നുമില്ല. കടം തീർക്കാനായിട്ട് ചോദിച്ചാൽ അതിന് റീസണും ഇല്ല അല്ലെ? ആ ഒരു നിമിഷത്തെ ഒരു
ചിന്ത അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയല്ലേ എന്തോരം ദോഷമാണ് ഉണ്ടാക്കുന്നത്. അത് അടുത്ത കാലത്ത് ഒരു സൈക്കോളജിസ്റ്റ് പറയുകയുണ്ടായി. ഞാനിങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സാറേ ഇത് വലിയ അതേ സുനിലേ, ഇപ്പോൾ ഈ മൊബൈലിലും ഈ കമ്പ്യൂട്ടറിലും ഒക്കെ ആൾക്കാർ അധികം ചെയ്യുന്നത് ഡിലീറ്റിംഗ് ആണ്. പല കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്തില്ല, ഇതങ്ങ് യൂസ്ഡ് ആകും. അവരവിടെയും ഈ കാര്യത്തിൽ അവൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിലൊന്നൊക്കെ അങ്ങ് പോകും. പക്ഷേ അവനൊക്കെ ആയുധപ്പെടുത്ത ഉപയോഗിക്കുന്നത് ഡിലീറ്റിംഗ് അല്ലേ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ ഏത് കുട്ടിയെ നോക്കിയാലും റീൽസിന് അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സിൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ പേരൻസ് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ റേക്കി ഹീലിംഗ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ആ അഡിക്ഷനിൽ നിന്നൊക്കെ കുറേയെങ്കിലും ഒക്കെ ഒരു മുക്തി കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണല്ലേ ഏത് രീതിയിലാണെങ്കിൽ. ഏത് കാര്യമായിരുന്നാലും സോഷ്യൽ മീഡിയ മൂലമാണെന്നിപ്പോൾ നമ്മളൊക്കെ ഈ ആൾക്കാരുമായിട്ടെല്ലാം സമ്മതിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിൽ കൂടെയാണ് നോക്കിക്കാണുന്നത്. അതേപോലെ അതിന് നമ്മൾ അത് ഉപയോഗിക്കുന്ന അനുസരിച്ചാണ് ഈ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഈ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേ കണക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അതിന് ഉപയോഗിക്കുക. കത്തി കൊണ്ട് തന്നെയാണ് ഒരു ക്ഷേത്രത്തിലെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ തയ്യാറാക്കുന്നത്. ആ കത്തി തന്നെയാണ് വേറെ ആൾ ഉപദ്രവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതുപോലെ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ റേക്കി ഹീലിംഗ് വഴി ഭക്ഷണം ശുദ്ധീകരിക്കുക, തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ഭക്ഷണം ശുദ്ധീകരിച്ച് ഉള്ളിൽ ചെല്ലുക, അല്ലെങ്കിൽ വെള്ളം സാങ്ക്ടിഫൈ ചെയ്ത് നമ്മളത് ഒരു എന്താ പറയുക നമുക്കൊരു അമൃത് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ആരോഗ്യപ്രദമായ രീതിയിൽ വെള്ളം കുടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഡിവൈൻ വാട്ടറായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ റേക്കി ഹീലിംഗ് എന്ന് പറയുമ്പം ഏത് മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്, ഒരു ശക്തിയാണ് അല്ലേ. ഒരിക്കൽ അത് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ഉള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള വേറെ സംഗതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പാസ്റ്റ് ലൈഫ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പം ഈ ജന്മത്തിൽ നമ്മൾ ഈ ചക്രകളെയൊക്കെ നമ്മൾ നേരെ ആക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി മാത്രമേ, ഈ ഓരയും ചക്രങ്ങളുമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമാണ്. ഈ ഒരു സംഗതിയെ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കാറും വീടും ഭാര്യയും മക്കളും ഒന്നും കൂടെ വരില്ല, ഇതേ വരൂ. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ളതിന്, നമുക്ക് നാളത്തേക്കുള്ളതിന് ഒരു സമ്പാദ്യം എന്ന രീതിയിലെങ്കിലും ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇതേ വരൂ, അത് ഉറപ്പാണ്. സാറ് ആദ്യമേ പറഞ്ഞിരുന്നു സിൽവർ ജൂബിലി ആഘോഷിക്കാൻ 25 വർഷം പൂർത്തിയായി. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ റേക്കി ഫസ്റ്റ് ഡിഗ്രി പഠിച്ചു, ഫസ്റ്റ് ലെവൽ പഠിച്ചു, പിന്നെ തുടരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല, മറന്നുപോയി, അല്ലെങ്കിൽ സാധിക്കുന്നില്ല, ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ സാറ് ക്ലാസ്സസ് ഒക്കെ വീണ്ടും എടുത്തു തരുന്നതാണ്. ഓൺലൈനായിട്ടാണ് കൂടുതൽ, ഓൺലൈനും ചെയ്യും ഓഫ്ലൈനും ചെയ്യാം. ഞാൻ കഴക്കൂട്ടത്താണ് എൻ്റെ സ്ഥലത്ത്, കഴക്കൂട്ടത്ത് വരാം. കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി ചെയ്യാം. അങ്ങനെ ഒരു ഓഫർ കൂടെ സാറ് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഡിഗ്രി പഠിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ പഠിക്കണം, തേർഡ് ലെവൽ പഠിക്കണം എന്നുള്ളവർ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹീലിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഹീലിങ്ങിൻ്റെ സമയം ഫിക്സ് ചെയ്ത് പോരുക. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.